കൊല്ലത്ത് കലാശപ്പോരാട്ടം. കോഴിക്കോടും കണ്ണൂരും 1-2 സ്ഥാനങ്ങളിൽ പൊരുതുന്നു. ആതിഥേയരായ കൊല്ലം 6ാം സ്ഥാനത്താണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് നടൻ മമ്മൂട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കലോത്സവ വേദിയിൽ നിന്നും വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കലോത്സവം അവസാന ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമാപന ദിവസം നടൻ മമ്മൂട്ടിയാണ് എത്തിച്ചേരുക. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മഞ്ജുഷ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളെ കാത്തു തന്നെയാണ് ഇവിടെ എനിക്ക് പുറകിലായി നിൽക്കുന്ന നിരവധി പ്രേക്ഷകർ ജനം ടിവിയുടെ മുന്നിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കലാസ്നേഹികളും ഇവിടേക്ക് എത്തി നിൽക്കുന്നത്. എന്തായിരുന്നാലും ഇനി ആ ഒരു സമാപന സമ്മേളനം നടക്കാൻ 4:30 ഔദ്യോഗികമായി തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് സംഘാടക സമിതിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അവസാന വട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഏറ്റവും മുന്നിലായി നിൽക്കുന്ന ജില്ല കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടാണ് ഒന്നാമതായി ജില്ല നിൽക്കുന്നത്. തൊട്ടു പിന്നിലായി തന്നെ നിലവിൽ കണ്ണൂരും തൊട്ടുപിറകെ ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആവേശത്തിലാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. ഈ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് കലോത്സവം. കൊല്ലംകാരിയാണോ? അല്ലല്ല, കായംകുളം. കണ്ണൂര് കായംകുളത്ത് നിന്ന് ഈ പരിപാടി കാണാൻ വേണ്ടി വന്ന മക്കളുടെ ആരെങ്കിലും പെർഫോമൻസ് ഉണ്ടോ? അല്ലല്ല, ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയെ കാണാനുള്ള ഒരു ആകാംക്ഷയാണോ? ഗസ്റ്റ് ആയിട്ട് മമ്മൂട്ടിയാണ് എത്തുന്നത്, അതിന്റെ ഒരു ആകാംക്ഷയിലാണ്. അതെ. എന്താണ് ഏട്ടാ മമ്മൂട്ടിയുടെ ഒരു വരവിനും അതൊക്കെ പ്രതീക്ഷിച്ചാണോ നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. മമ്മൂട്ടിയുടെ നമ്മുടെ കൊല്ലത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ കലോത്സവം. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മുടെ നല്ല രീതിക്ക് പോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞതിൻ്റെ ഒരു എനർജി ഉണ്ട് മമ്മൂട്ടി കാണാൻ വേണ്ടിയിട്ട് അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും നല്ല എനർജിയിൽ നിൽക്കുവാണ് മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തുകൊണ്ട്. എന്താണ് പറയാനുള്ളത്? കൊല്ലംകാരനാണോ? അതെ, ഞാൻ ഇവിടെ അടുത്തുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കലോത്സവം 2-3 ദിവസമായി 5 ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു ഉത്സവ നഗരിക്ക് സമാനമായാണ് കൊല്ലം ടൗൺ മൊത്തത്തിൽ നിലനിൽക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇനിയുള്ള നിമിഷങ്ങളിൽ അത് കഴിയുന്നു. അതിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? അതിൻ്റെ വിഷമമുണ്ട്. അവസാനിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ വിഷമമുണ്ട്. പക്ഷേ നല്ലൊരു ഉത്സവമായിരുന്നു ഈ 3-4 ദിവസം. തീർച്ചയായിട്ടും ഈ കലോത്സവത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതിന്റെ ഇനിയൊരു പ്രഖ്യാപനം മാത്രമാണ്. സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും? കോഴിക്കോടാണോ കണ്ണൂരാണോ? ഇനി കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഇനി അരങ്ങേറാനുള്ളൂ. അതിന്റെ റിസൾട്ടുകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണക്കപ്പിൽ അവസാനം ആര് മുത്തമിടുമെന്ന ആകാംക്ഷയോടുകൂടിയാണ് ഓരോ കലാപ്രേമികളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നമ്മോടൊപ്പം മറ്റൊരു മിടുക്കിയായ കുട്ടിയും കൂടിയുണ്ട്. മോള് 4 പ്രോഗ്രാമുകൾ ഈ കലോത്സവത്തിന്റെ ഭാഗമായി മത്സരിച്ചു. ഈ 4ലും എ ഗ്രേഡ് വന്ന ആളാണ്. മോളുടെ പേര് മറന്നുപോയി. പല്ലവി സുധീഷ് അല്ലേ? പല്ലവി, നമ്മളുടെ മുന്നിൽ എന്ത് പെർഫോമൻസ് ആണ് ഇപ്പോൾ ജനം ടിവിയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നടത്താൻ പോകുന്നത്? മോഹിനിയാട്ടത്തിന്റെ കുറച്ച് കാണിക്കാം. ഓക്കെ. തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആണ് മോളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ മഞ്ജുഷ, ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി വരുന്ന അപ്ഡേറ്റ് പ്രകാരം കണ്ണൂര് 942 പോയിന്റുമായി കണ്ണൂർ ജില്ല ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ അവസാന നിമിഷത്തിലാണ് കുറച്ച് റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ റിസൾട്ടുകളിലാണ് കണ്ണൂർ ജില്ല
942 പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നു. തൊട്ടു പിറകിലായി കോഴിക്കോട് ജില്ല 939 പോയിന്റ്. അങ്ങനെ 3 പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ കലാകൗമാര മേള എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ആകാംക്ഷ നിറഞ്ഞ നിമിഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ആര് കപ്പ് എടുക്കും ഇത്തവണ? ആരായിരിക്കും ഈ സ്വർണ്ണക്കപ്പിന്റെ ഒരു സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുക? ഏത് ജില്ല? അത് കണ്ണൂരാണോ കോഴിക്കോടാണോ എന്ന നിമിഷങ്ങളിലേക്ക്, ആ അവസാനമായ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു സെക്കൻഡുകളിലേക്ക്, ആ നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. ഓരോ നിമിഷവും പോയിന്റ് നില അങ്ങനെ മാറി മറയുന്ന ഒരു സാഹചര്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും റിപ്പോർട്ടുകളാണ് വി വിനീഷ് പങ്കുവച്ചത്. കണ്ണൂർ ജില്ലയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്.